ഷാക്കിർ, താങ്കളെ ചൂണ്ടിക്കാട്ടിയാണ് ഈ പരാമർശം PC ജോർജ് നടത്തിയത്. മുസ്ലിം സമുദായത്തെ ആകെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള ഒരു പരാമർശമാണ് അദ്ദേഹം നടത്തിയത്. പാകിസ്ഥാനിലേക്ക് പോകൂ എന്നുള്ള മുന്നറിയിപ്പും അദ്ദേഹം നൽകുകയുണ്ടായി. പക്ഷെ നിങ്ങളിപ്പോഴും പറയുന്നത് ഇക്കാര്യത്തിൽ ജോർജ് അഴിക്കുള്ളിലാകാൻ പോകുമ്പോഴും സംസ്ഥാന സർക്കാർ ജോർജിനെ രക്ഷിക്കാൻ ശ്രമിച്ചു എന്നാണ്. അതെങ്ങനെയാണ് നിങ്ങൾ ആ രീതിയിൽ പറയുന്നത്? നിങ്ങൾ എന്താണോ പരാതിയായി നൽകിയത് അത് പോലീസ് അന്വേഷിക്കുകയും ജോർജിനെതിരെ കൃത്യമായിട്ട് കണ്ടെത്തലുകൾ നടത്തുകയും അത് കോടതിയെ അറിയിക്കുകയും കോടതി ജാമ്യം നൽകാതിരിക്കുകയും ചെയ്തപ്പോൾ നിങ്ങൾ അതിന്റെ പേരിൽ സംസ്ഥാന സർക്കാരിനെ ആക്ഷേപിക്കുന്നത് എന്തിനാണ്? അല്ല, ഈ സംഭവം ഉണ്ടാകുന്നത് ജനുവരി 5-ാം തീയതിയാണ്. യൂത്ത് ലീഗ് കേസ് കൊടുക്കുന്നത് 6-ാം തീയതിയാണ്. FIR രജിസ്റ്റർ ചെയ്യുന്നത് 9-ാം തീയതിയാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 50 ദിവസമായി. അതിനിടയ്ക്ക് ഇദ്ദേഹത്തിന് ജില്ലാ കോടതിയിൽ പോകാൻ സമയം കൊടുക്കുന്നു. ജില്ലാ കോടതി മുൻകൂർ ജാമ്യം തള്ളുന്നു. അതിനുശേഷം യൂത്ത് ലീഗ് ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുന്നു. നിരന്തരമായി പോലീസിനെയും സർക്കാരിനെയും സമീപിക്കുന്നു. ഇത്ര ഗുരുതരമായ ഒരു കുറ്റം ചെയ്ത, നേരത്തെ സമാനമായ കുറ്റത്തിന് കോടതി ഉപാധികളോടെ ജാമ്യം നൽകിയ ഒരു വ്യക്തിക്ക് അതേ തരത്തിലുള്ള അതിലും ഗുരുതരമായിട്ടുള്ള കുറ്റം ചെയ്തിട്ടും അറസ്റ്റ് ചെയ്യാൻ കേരളത്തിലെ പോലീസ് തയ്യാറാവാത്തത് എന്തുകൊണ്ടായിരുന്നു? നോക്കൂ നിങ്ങൾ, ഇത്രയും ഗുരുതരമല്ലാത്ത നിസ്സാരമായ കേസുകൾക്ക് കേരളത്തിലെ MLA മാരെ, രാഷ്ട്രീയ നേതാക്കന്മാരെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തിട്ടുള്ള പിണറായി വിജയന്റെ പോലീസ് ഈ PC ജോർജ് എന്ന് പറയുന്ന ഇത്രയും വിദ്വേഷ പരാമർശം നടത്തിയിട്ടുള്ള വ്യക്തിയെ ഇത്രകാലം 50 ദിവസത്തോളം സംരക്ഷിക്കുകയാണ് ചെയ്തത്. ഇന്ന് കോടതിയിൽ നടന്ന സംഭവം നിങ്ങൾക്കറിയോ? ഇന്ന് കോടതിയിൽ പോലും പോലീസ് PC ജോർജിന് വേണ്ടി ഒത്തുകളിക്കേണ്ടായത്. ഇത് പരാതി കൊടുത്ത് യൂത്ത് ലീഗ് മാറി നിൽക്കുകയല്ലേ ചെയ്തത്. പരാതി കൊടുത്തിട്ട് അതോടൊപ്പം ഒരു വക്കീലിനെ കൂടി ഇന്ന് ഹൈക്കോടതി വക്കീൽ ഉൾപ്പെടെ ഈരാറ്റുപേട്ട കോടതിയിൽ യൂത്ത് ലീഗിന്റെ പ്രതിനിധിയെ ഹാജരായിട്ടുണ്ട്. എന്തിനാണ് അങ്ങനെയൊക്കെ ഒരു സാഹചര്യം വേണ്ടി വന്നത്? കേരളത്തിലെ പിണറായി വിജയന്റെ സർക്കാരിന്റെ പിന്തുണ ഇല്ലായിരുന്നെങ്കിൽ എന്നോ PC ജോർജ് അകത്തു പോകില്ലായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് PC ജോർജിനെതിരെയുള്ള ഒരു പോരാട്ടമല്ല, മറിച്ച് ഇത് പിണറായി വിജയന്റെ സർക്കാർ 9 വർഷമായി തുടരുന്ന വർഗീയ പ്രീണന നയത്തിനെതിരെയുള്ള പോരാട്ടമാണ്. അല്ല, എന്തിന് PC ജോർജിനെ സംസ്ഥാന സർക്കാർ രക്ഷിക്കാൻ ശ്രമിക്കണം? അല്ല ഷാക്കിർ, എന്തിന് PC ജോർജിനെ സംസ്ഥാന സർക്കാർ രക്ഷിക്കാൻ ശ്രമിക്കണം? PC ജോർജിനെ മാത്രമല്ല, ഇതൊരു നിലപാടിനെ പിന്തുണയ്ക്കുകയാണ് പിണറായി വിജയന്റെ സർക്കാർ. നമുക്കറിയാം, കൊടകര കേസിൽ BJP സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ ഇപ്പോഴും യാതൊരു അന്വേഷണവും അല്ലെങ്കിൽ നടപടികളും നേരിടാതെ പുറത്തിരിക്കുകയാണ്. SNC ലാവ്ലിൻ എന്ന കേസ് സുപ്രീം കോടതിയിലുണ്ട്. 37 തവണയാണ് ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിൽ ആദ്യമായി ഒരു കേസ് മാറ്റിവെക്കുന്നത്. ആ മാറ്റിവെക്കുന്നതും കേരളത്തിൽ RSSന് അനുകൂലമായി ഈ പിണറായി വിജയൻ സർക്കാർ നിലപാടെടുക്കുന്നതും നമ്മൾ കൂട്ടിയോ വായിക്കേണ്ടതാണ്. അതിന്റെ ഭാഗം കൂടിയാണ്. മാത്രമല്ല, ഈ വർഗീയമായ ചേരിതിരിവുണ്ടാക്കി അതിൽ നിന്ന് മുതലെടുത്ത് ഭരണത്തിലേറാനും രാഷ്ട്രീയ ലാഭം നേടാനുമാണ് ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പിണറായി വിജയന്റെ സർക്കാർ കാലങ്ങളായി തുടർന്നു പോരുന്ന സമീപനം. അതിന്റെ ഭാഗം തന്നെയാണ്. നിങ്ങൾ നോക്ക്, അത് വളരെ നിസ്സാരമായ ലഘുലേഖ വിതരണം ചെയ്തതിന്റെ പേരിൽ നമ്മൾ മുജാഹിദ് പ്രവർത്തകരെ, അതുപോലെ തന്നെ CPM-ന് തന്നെ അലനും തോഹയും ഉൾപ്പെടെയുള്ള ആളുകളെയൊക്കെ ഈ വളരെ ഗുരുതരമായ കേസിൽ ജയിലിലടച്ചവരാണ്, അറിയാലോ. എന്നാൽ PC ജോർജിന് എന്തും പറയാം, ആരെയും പറയാം, നിയമവിരുദ്ധമായി പ്രവർത്തിക്കാം. നോക്കൂ നിങ്ങൾ, ഈ ജനുവരി 5-ന് ഈ വിഷയമുണ്ടായി. അതിനുശേഷമാണ് ജോസ് കെ മാണിയുടെ ഭാര്യയെക്കുറിച്ച്, നിഷയെക്കുറിച്ച് വളരെ മോശമായി പരാമർശം നടത്തിയിട്ടുള്ളത്. അതിനുശേഷമാണ് ഒരു മാധ്യമ പ്രവർത്തകയോട് അശ്ലീല ചുവയോടെ സംസാരിച്ചത്. എന്താ പിണറായി വിജയന്റെ പോലീസ് കേസെടുക്കാത്തത്? നിങ്ങൾ നോക്ക്, അതിനുശേഷം എത്ര ആളുകൾ ഇവർ ജയിലിലടച്ചു. എന്നാൽ PC ജോർജ് ഗുരുതരമായ കുറ്റം ചെയ്തിട്ട് ഇവർ സ്വമേധയാ കേസെടുത്തതല്ല. സുപ്രീം കോടതി ഡയറക്ഷനൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ യൂത്ത് ലീഗ് ഈരാറ്റുപേട്ട മുനിസിപ്പൽ കമ്മിറ്റി പരാതി കൊടുത്ത് നിരന്തരമായി പോരാട്ടം നടത്തിയിട്ടാണ് ഇപ്പോൾ PC ജോർജ് അകത്തായത്. അതും നീതിന്യായ കോടതികളിൽ നമുക്ക് വിശ്വാസം വർദ്ധിക്കുകയാണ്. എന്നാൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇന്ന് നിങ്ങൾ ഈ കേസിന്റെ നടപടിക്രമങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചു കാണും. നമ്മളെ വിധിയുടെ പരാമർശവും നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. പോലീസിനോട് സമാനമായ കേസിന്റെ മെറ്റീരിയൽസ് കോടതി ആവശ്യപ്പെട്ടോ അവർ കൈമലർത്തുകയാണ്. മാത്രവുമല്ല, കോടതി പിന്നീട് 2 മണി വരെ ഇവർക്ക് സമയം കൊടുത്തപ്പോൾ അപ്പോഴും തെറ്റായിട്ടുള്ള നടപടിക്രമങ്ങളും റിപ്പോർട്ടുകളുമാണ് കേരള പോലീസ് കോടതിയിൽ ഹാജരാക്കുന്നത്. ഇതെന്തിനു വേണ്ടിയാണ് മഞ്ജുഷേ? ഇതിൽ കേരള പോലീസിനൊന്നും മറച്ചു വെക്കാനില്ലെങ്കിൽ എന്തുകൊണ്ടാണ് പോലീസ് ഈ രീതിയിൽ പെരുമാറുന്നത്? ഇത് ആരുടെ ഡയറക്ഷനാണ്? ഇന്നലെ ഞങ്ങളുടെ യൂത്ത് ലീഗിന്റെ പ്രതിനിധികൾ ഹൈക്കോടതി ജാമ്യം തള്ളിയ ശേഷം ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ പോയി. ആ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ അവർ കൈമലർത്തുകയാണ്.
ഞങ്ങൾക്കിതിൽ തീരുമാനമെടുക്കാൻ പ്രയാസം, നിങ്ങൾ മേലധികാരികളെ ബന്ധപ്പെടുന്നു. മേലധികാരികളായിട്ടുള്ള പാലയിലെ ഡിവൈഎസ്പിയെ ബന്ധപ്പെട്ടു. അദ്ദേഹം പരുക്കനായി മോശമായി സംസാരിക്കുന്ന സാഹചര്യമാണ് എന്നോട് ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ളത്. അവിടെയും നമ്മൾ മനസ്സിലാക്കുന്നത് ഈ രാഷ്ട്രീയ തീരുമാനം വേണമത്രേ PC ജോർജിനെ അറസ്റ്റ് ചെയ്യാൻ, രാജ്യത്തെ നിയമം നടപ്പിലാക്കാൻ. ഗവൺമെന്റിന്റെ പിണറായി സർക്കാരിന്റെ രാഷ്ട്രീയ തീരുമാനം വരാൻ വേണ്ടി കേരളത്തിലെ പോലീസ് കാത്തിരിക്കുക എന്നെങ്കിൽ ലജ്ജാകരമല്ലേ, നാണക്കേടല്ലേ കേരള പോലീസിന്? ഒറ്റപ്പെട്ട സംഭവമല്ലോ. ഇന്നും കേരളത്തിലെ പോലീസിനെ കുറിച്ച് കോടതി പരാമർശമുണ്ട്. ഇത് ഇന്ന് തുടങ്ങിയതല്ല. കേരളത്തിലെ കീഴ്ക്കോടതികളുമുണ്ട്, സുപ്രീം കോടതി വരെ പിണറായി വിജയൻ സർക്കാരിനെ ഓരോ ദിവസവും വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉളുപ്പില്ലായ്മ കൊണ്ട് ഇവരവിടെ തുടരുകയാണ്. മാന്യതയുണ്ടെങ്കിൽ ഇത് പിണറായി വിജയനെതിരെയുള്ള പോലീസിനെതിരെ തിരിച്ചടിയാണ്. PC ജോർജിന് ജയിലിൽ അടക്കുക എന്നുള്ളത് മാത്രമല്ല ഞങ്ങളുടെ ലക്ഷ്യം. അദ്ദേഹത്തെ വ്യക്തിപരമായി ജയിലിലടക്കുക എന്നതിനുപരി ഒരു നിലപാടിനെ, പിണറായി വിജയന്റെ RSSന്റെ പ്രീണന നയത്തെ, വർഗീയ പ്രീണന നയത്തിനെതിരെയുള്ള പോരാട്ടമായിരുന്നു മുസ്ലിം യൂത്ത് ലീഗ് നടത്തിയത്. അതിന്റെ വിജയമാണ് ഇന്ന് കോടതിയിലോട്ട് ഉണ്ടായിട്ടുള്ളത്. അതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. വരും കാലങ്ങളിൽ ഈ RSSന്റെ പ്രീണന നയത്തിൽ നിന്നും പിണറായി വിജയന്റെ സർക്കാർ പുറകോട്ട് പോകുമെന്നാണ് കേരളീയ സമൂഹത്തിന്റെ പൊതുനന്മക്ക് അദ്ദേഹം